ഇടുക്കി കുമളിയിൽ 5 വയസ്സുകാരൻ ഷെഫീഖിനെ പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് തടവും പിഴയും വിധിച്ചു കോടതി. ഒന്നാം പ്രതി പിതാവ് ഷെരീഫിന് വിവിധ വകുപ്പുകൾ ചേർത്ത് 9 വർഷം തടവും 50,000 രൂപ പിഴയും, രണ്ടാം പ്രതി അനീഷയ്ക്ക് വിവിധ വകുപ്പുകൾ ചേർത്ത് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാം ഭാര്യ അനീഷ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഒന്നാം പ്രതി ഷെരീഫിന് വിവിധ വകുപ്പുകൾ ചേർത്ത് 9 വർഷം തടവും 50,000 രൂപ പിഴയും, രണ്ടാം പ്രതി അനീഷയ്ക്ക് വിവിധ വകുപ്പുകൾ ചേർത്ത് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. വിധി തൃപ്തികരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഷെഫീഖിന് കഴിഞ്ഞ ഏകദേശം 2013 തുടങ്ങിയ കേസ് 11 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് ശുഭപ്രതീക്ഷയോടുകൂടി ഒരു ശുഭാന്തി ഉണ്ടായിട്ടുണ്ട്. ഷെഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഷെഫീഖിന് നീതി കിട്ടിയെന്നും ഇത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച വിധിയാണെന്നും വിധിയിൽ സന്തോഷമുണ്ടെന്നും ഷെഫീഖിനെ വർഷങ്ങളായി ശുശ്രൂഷിക്കുന്ന സർക്കാർ നിയോഗിച്ച ആയ രാഗിണി പറഞ്ഞു. സന്തോഷമാണ് സാറേ. അതായത് ഞാൻ മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മലയാളികളും, മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും എല്ലാവരും അവന് വേണ്ടി, എൻ്റെ കൊച്ചു മാത്രമല്ലല്ലോ, അപ്പം എല്ലാവരും ആഗ്രഹിച്ചതല്ലേ. അതിൽ നമ്മുടെ ചാനൽ, പത്രം, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വക്കീല്, ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ് തെറ്റിയവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എൻ്റെ വാവച്ചിയുടെ കൂടെ നിന്നത് കൊണ്ട് അവന് നീതി കിട്ടി. അതിൽ സന്തോഷമുണ്ട്. ഷെരീഫിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയാണ് ഷെഫീഖ്. 2013 ജൂലൈ 15 ഷെഫീഖിനെ പിതാവും രണ്ടാനമ്മയും ചേർന്ന് തലയ്ക്ക് മാരകമായി മുറിവേൽപ്പിച്ചു. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊള്ളിച്ചു. കുട്ടിയുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഓടിക്കൂടി. തുടർന്ന് ഷെഫീഖിനെ ആശുപത്രിയിലാക്കി. കുട്ടി വീണു പരിക്കേറ്റെന്നാണ് പ്രതികൾ പ്രചരണം നടത്തിയത്. രണ്ടുപേരെയും പിന്നീട് കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷെഫീഖിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് വെല്ലൂരിലേക്കും മാറ്റി. 1 വർഷത്തെ ചികിത്സയ്ക്കു ശേഷമാണ് നേരിയ തോതിൽ സംസാരിക്കാൻ തുടങ്ങിയത്. നിലവിൽ തൊടുപുഴയിലെ അൽ അസർ മെഡിക്കൽ കോളേജിൽ സർക്കാർ സംരക്ഷണയിലാണ് ഷെഫീഖ്. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.